നല്ലപോലെ പഠിച്ച ഒരു വിഭാഗം പെൺകുട്ടികൾ വീട്ടമ്മമാരായി ഒതുങ്ങിക്കൂടുന്നുണ്ട്. അവർക്ക് വേണ്ടി ഒരു പ്ലാറ്റ്ഫോം ഒരുക്കണം. എനിക്കും അങ്ങനെ ആകുമോ എന്നുള്ള ഒരു പേടിയായിരുന്നു. ഞാൻ ഇന്ന് 3 വ്യത്യസ്ത മേഖലകളിൽ ഒരേ സമയം ജോലി ചെയ്യുന്നുണ്ട്. ഞാൻ പ്രൊഫഷണലി എന്ത് ചെയ്യുന്നു എന്ന് പറയുന്നതിനേക്കാൾ ഞാൻ എന്തെല്ലാം കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആണ് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഹായ്, എൻ്റെ പേര് ആൻഷറിൻ സണ്ണി. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വരുന്നു. പറിച്ചു നട്ടാൽ കരുത്തു കൂടുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. എൻ്റെ 10ാം ക്ലാസ് വരെയുള്ള പ്രാഥമിക വിദ്യാഭ്യാസ കാലഘട്ടം ഞാൻ 7 സ്കൂളുകളിലായാണ് കംപ്ലീറ്റ് ചെയ്തത്. ഈ പറിച്ചു നടൽ പിന്നീടുള്ള ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശീലനമാണെന്ന് പിന്നീടുള്ള ജീവിതത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. 10ാം ക്ലാസ് വരെയുള്ള സ്കൂൾ കാലഘട്ടത്തിൽ കവിത, കഥാപ്രസംഗം, പ്രസംഗം, വർക്ക് എക്സ്പീരിയൻസ്, മാത്സ് ഫെയറുകൾ, ബാലശാസ്ത്ര കോൺഗ്രസ്, ഇങ്ങനെ പലതരം ആക്ടിവിറ്റികളാൽ സമ്പന്നമായിരുന്നു. എന്നാൽ +2 അങ്ങ് കയറിയപ്പോഴേക്കും ഇതെല്ലാം പതിയെ അങ്ങ് ഉപേക്ഷിച്ചു. പിന്നെയുള്ള ശ്രദ്ധ മുഴുവൻ എൻട്രൻസ് എക്സാമിലേക്കായി. വലിയ മെറിറ്റിലൊന്നും അല്ലെങ്കിൽ പോലും 2009 ബിടെക്കിന് ജോയിൻ ചെയ്തു. 2013 അമൽജ്യോതി കോളേജിൽ നിന്ന് എഞ്ചിനീയറിംഗ് പാസ്സായി പുറത്തിറങ്ങിയപ്പോൾ എൻ്റെ വഴി ഇത് തന്നെയാണ് എന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ അവിടെയും സർക്കാർ ജോലിയുടെ ഗുണങ്ങളും മേന്മകളും മെച്ചങ്ങളും എല്ലാം പറഞ്ഞുകൊണ്ട് അമ്മ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അമ്മ ഒരു ഗവൺമെൻറ് എംപ്ലോയി ആണ്. അപ്പോൾ അതിൻ്റെ ഗുണങ്ങളെല്ലാം അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അതെല്ലാം പറഞ്ഞ് അമ്മ കൂടെ തന്നെ ഉണ്ടായിരുന്നു. കൂട്ടുകാരായിട്ടുള്ള എല്ലാവരും PSC കോച്ചിങ്ങിന് പോയപ്പോൾ ഞാൻ പതിയെ ട്രിവാൻഡ്രം ടെക്നോ പാർക്കിലേക്ക് ട്രെയിനിങ്ങിന് വേണ്ടി പോയി. 3 മാസത്തെ ട്രെയിനിങ് പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ അവിടെയുള്ള ഒരു കമ്പനിയിൽ ഒരു ചെറിയൊരു ജോലിയിലേക്ക് ഞാൻ പ്രവേശിച്ചു. ആ സമയത്ത് ഈ ഒരു പ്രൊഫഷൻ, ഞാൻ ഈ തിരഞ്ഞെടുത്ത ഒരു പ്രൊഫഷൻ എന്താണ് എന്ന് തന്നെ മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. എൻ്റെ ജോലിയുടെ പേര് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ സ്പെഷ്യലിസ്റ്റ്, SEO സ്പെഷ്യലിസ്റ്റ് എന്നാണ് പേര്. ഈ ജോലിയുടെ സ്വഭാവം എന്താണെന്ന് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും അവർക്കത് മനസ്സിലാക്കാനും പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. എന്നാലും എൻ്റെ ഒരു ഇഷ്ടം കണക്കിലെടുത്ത് വീട്ടുകാരതിനെ സപ്പോർട്ട് ചെയ്തു. എന്നാലും സർക്കാർ ജോലി എന്നുള്ള ആ ഒരു പൊസിഷൻ എപ്പോഴും ഇങ്ങനെ ഉയർന്നു നിന്നുകൊണ്ടേ ഇരുന്നിരുന്നു. എന്നാൽ ഈ ഒരു മേഖല എനിക്ക് കഴിവ് തെളിയിക്കാൻ പറ്റിയ ഒന്നാണ്, എനിക്ക് തിളങ്ങാൻ പറ്റിയ ഒന്നാണ് എന്ന് ജോലിക്ക് ജോയിൻ ചെയ്ത ഒരു 6 മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു 7-8 മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റി. കുവൈറ്റ് ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് എനിക്കൊരു ഫ്രീലാൻസ് വർക്ക്, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഫ്രീലാൻസ് വർക്ക് ആ സമയത്ത് കിട്ടി. അവരുടെ വർക്ക് സക്സസ് ആയതുകൊണ്ട് തന്നെ അവരുടെ റെഫറൻസ് വഴി എനിക്കൊരു 3-4 പ്രൊജക്റ്റും കൂടെ കിട്ടി. ഇങ്ങനെയായിരുന്നു എൻ്റെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു കരിയർ തുടങ്ങുന്നത്. ഇതിനിടയ്ക്ക് ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഞാൻ ട്രിവാൻഡ്രം ടെക്നോ പാർക്കിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. അപ്പോൾ അവിടെയുള്ള കുറേ ഒരു അടിപൊളി കാലഘട്ടമായിരുന്നു ആ സമയത്ത് നടന്നിരുന്നത്. അങ്ങനെ വളരെ സ്മൂത്തായിട്ട് ലൈഫ് മുന്നോട്ട് പോകുന്നതിനിടയ്ക്ക് കല്യാണം എന്നുള്ള ഒരു ടഫ് സബ്ജക്റ്റ് മുന്നിൽ വന്നു. വീട്ടുകാർ കല്യാണം എന്നുള്ള ആലോചനകളൊക്കെ പയ്യെ തുടങ്ങി. പക്ഷേ എനിക്കതൊരു ടഫ് സബ്ജക്റ്റ് ആയി തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് കല്യാണം ആലോചിച്ചിരുന്ന സമയത്ത് കൂട്ടുകാരായിട്ടുണ്ടായിരുന്ന പലരും കല്യാണം എല്ലാം കഴിഞ്ഞ് കരിയറെല്ലാം ഉപേക്ഷിച്ച് കുടുംബവും കുട്ടികളും ഒക്കെ ആയിട്ട് പതിയെ വീട്ടിലൊക്കെ ഒതുങ്ങിക്കൂടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്കും അങ്ങനെ ആകുമോ എന്നുള്ളൊരു പേടിയായിരുന്നു സത്യത്തിൽ ടഫ് സബ്ജക്റ്റ് എന്ന് പറയാൻ എന്നെ പ്രേരിപ്പിച്ചത്. എന്താണെങ്കിലും വീട്ടുകാരുടെ ആവശ്യം കണക്കിലെടുത്ത്, അവരുടെ ഒരു താല്പര്യം കണക്കിലെടുത്ത് ഞാൻ പതിയെ എറണാകുളത്തേക്ക് ചുവട് മാറി ഇവിടെ എറണാകുളത്ത് ജോലി ചെയ്തു തുടങ്ങി. അങ്ങനെ 2017 റിൻസുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞു. പഴയതുപോലെ ഹോസ്റ്റലിലൊന്നും നിൽക്കാൻ പറ്റില്ല എന്നുള്ളത് കാര്യമൊക്കെ മനസ്സിലായി തുടങ്ങി. കരിയർ ബ്രേക്ക് എന്നുള്ള ഒരു ടെൻഷൻ അപ്പോഴും കൂടി വന്നുകൊണ്ടേയിരുന്നു. എല്ലാവർക്കും വന്നതുപോലെ എനിക്കും ഒരു കരിയർ ബ്രേക്ക് ആയിരിക്കുമോ ഇത് എന്നുള്ള പേടിയൊക്കെ ആയിരുന്നു എനിക്ക് കൂടുതലായിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ആദ്യം പറഞ്ഞിരുന്ന ഫ്രീലാൻസ് വർക്കുകൾ എന്നുള്ള ആ ഒരു കൺസെപ്റ്റ്, ആ ഒരു മേഖല കുറച്ചുകൂടി കൂടുതലായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്തേക്കാം എന്ന് തോന്നിയത്. അങ്ങനെ അവിടെ വെച്ച് ആ ഒരു സമയത്ത് ഞാൻ എൻ്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫ്രീലാൻസിങ് വർക്കുകൾ കുറച്ചധികമായിട്ടൊന്ന് കൂടുതൽ വർക്കുകൾ കിട്ടാൻ വേണ്ടി ഞാൻ പരിശ്രമിച്ചു തുടങ്ങി. ഇതുവരെ ഈ ഒരു 10 വർഷമായി, ഇപ്പോൾ 2023 10 വർഷത്തെ കരിയറിനുള്ളിൽ ഞാൻ 5 കമ്പനികൾക്ക് വേണ്ടി ഫുൾ ടൈം എംപ്ലോയി ആയിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ ഈ ഫ്രീലാൻസ് ജോലികൾ എന്ന് പറയുമ്പോൾ എനിക്ക് കമ്പനികളുടെ എണ്ണത്തിൽ പരിധികളില്ല. അതായത് എല്ലാവർക്കും വേണ്ടി, എല്ലാവരുടെയും മുന്നിൽ പരാജയപ്പെട്ടവളായി നിൽക്കാതിരിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ കരിയറിൽ ഫ്രീലാൻസിങ് അല്ലെങ്കിൽ ഒരു വർക്ക് ഫ്രം ഹോം എന്നുള്ള ഒരു ഓപ്ഷൻ ചൂസ് ചെയ്തത് കൊണ്ട് എനിക്കിന്ന് പരിധികളില്ലാതെ വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിനിടയ്ക്ക് കൊറോണയൊക്കെ എല്ലാവർക്കും വന്നു. അങ്ങനെ പലരുടെയും ജോലി അങ്ങനെയും പോയി. 2022 റിഷാൻ എന്ന കുഞ്ഞുവാവ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു. എല്ലാ ഗവൺമെൻറ് എംപ്ലോയീസിനും അല്ലെങ്കിൽ ഒരു സർക്കാർ ജോലിക്കാർക്കും ഒക്കെ ഉള്ളതുപോലെ തന്നെ
ഒരു 5-6 മാസത്തെ ഡെലിവറിക്ക് വേണ്ടിയിട്ടുള്ള ലീവ് എടുക്കേണ്ടി വന്നതൊഴിച്ചാൽ എനിക്കിതുവരെയും ഒരു കരിയർ ബ്രേക്കോ ഒരു ജോലി നഷ്ടപ്പെടലോ ഒന്നും ഉണ്ടായിട്ടില്ല. ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് എന്നുള്ള ഒരു ഓപ്ഷൻ ഇപ്പോൾ എൻ്റെ മുന്നിലുണ്ട്. ഒന്നല്ലെങ്കിൽ മറ്റൊരു വഴി നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ളൊരു തോട്ട് നമ്മുടെ മുന്നിൽ എപ്പോഴും ഉണ്ടാകണം. അപ്പോൾ അതിൽ നിന്ന് ഒരു ധൈര്യം എനിക്കിപ്പോൾ ഉണ്ട്. നമ്മൾ ഒരു കാര്യത്തിൽ മാത്രമേ വിജയിക്കാൻ പാടുള്ളൂ, ഒരു കാര്യം മാത്രമേ ചെയ്ത് വിജയിക്കാൻ പാടുള്ളൂ എന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് 3 വ്യത്യസ്ത മേഖലകളിൽ ഒരേ സമയം ജോലി ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ നിങ്ങളോട് കൺവേ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഈ 3 വ്യത്യസ്ത ജോലികളും തമ്മിൽ പരസ്പരം ഒരു ബന്ധവും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും തമാശയായിട്ടുള്ള കാര്യം. അതാണ് യാഥാർത്ഥ്യം. എൻ്റെ ഒരു ജോലി എന്താണെന്ന് ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ള ജോലി ഫ്രീലാൻസ് ആയിട്ടും ചെയ്യുന്നുണ്ട്, ഫുൾ ടൈം എംപ്ലോയി ആയിട്ടും ചെയ്യുന്നുണ്ട്. ഇനി എൻ്റെ രണ്ടാമത്തെ ജോലി ഞാനൊരു ചെറിയ യൂട്യൂബർ ആണ് എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും, ഓക്കെ, വർക്ക് റിലേറ്റഡ് വീഡിയോസ് ആയിരിക്കും ചെയ്യുന്നതെന്ന്. എന്നാൽ അതല്ല, ഞാൻ വർക്ക് റിലേറ്റഡ് വീഡിയോസ് അല്ല, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യമാണ് ചെയ്യുന്നത്. ഒത്തിരി റീച്ചുള്ള ചാനലൊന്നുമല്ല. ബെൽ ബേബീസ് ക്രാഫ്റ്റ് സെൻറ്റർ എന്നാണ് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര്. ഇതിൽ വരുന്നത് ഞാൻ എൻ്റെ +2 കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു 10ാം ക്ലാസ് കാലഘട്ടത്തിൽ ഞാൻ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ക്രാഫ്റ്റ് വർക്കുകളെ 2017 ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. ആ ക്രാഫ്റ്റ് വർക്കുകളാണ് ഞാൻ എൻ്റെ ചാനലിൽ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾക്കും ടീച്ചേഴ്സിനുമാണ് ഇത് പ്രധാനമായിട്ടും ആവശ്യം വരുന്നത്. മത്സര സമയത്ത് കുട്ടികൾക്ക് ഓൺലൈനായി ഞാൻ ട്രെയിനിങ്ങും കൊടുക്കുന്നുണ്ട്. ഒരു നല്ല ശിഷ്യസമ്പത്തുണ്ട് ഈ ഒരു മേഖലയിൽ. ഈ ഒരു പേര് ബെൽ ബേബീസ് ക്രാഫ്റ്റ് സെൻറ്റർ എന്നുള്ള ഈ പേര് വന്നതും ഒരു രസകരമായ കഥയിൽ നിന്നാണ്. പണ്ട് എൻ്റെ ബാല്യകാലത്ത് എന്നെ വിളിച്ചിരുന്ന പെറ്റ് നെയിമാണ് ഞാൻ മോഡിഫൈ ചെയ്ത് ബെൽ ബേബീസ് ക്രാഫ്റ്റ് സെൻറ്റർ എന്നുള്ള പേരാക്കിയത്. ഇനി ഞാൻ ചെയ്യുന്ന 3ാമത്തെ ജോലി എനിക്കൊരു ഓൺലൈൻ സ്റ്റോർ ഉണ്ട് എന്നുള്ളതാണ്. ഓൺലൈൻ സ്റ്റോർ എന്ന് പറഞ്ഞാൽ കുറഞ്ഞ വിലയിൽ നല്ല ഗുണമേന്മയുള്ള നൈറ്റി, കുർത്തി മെറ്റീരിയൽസ് സെയിൽ ചെയ്യുന്ന ചെറിയൊരു ഓൺലൈൻ സ്റ്റോർ ഉണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഒരു IT മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരാൾ നൈറ്റി കച്ചവടം നടത്തേ? അങ്ങനെ വിചാരിക്കേണ്ട. നമ്മളൊന്ന് ആഞ്ഞ് പരിശ്രമിച്ചാൽ നല്ല ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖലയാണിത്. സൂറത്ത്, രാജസ്ഥാൻ പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ മെറ്റീരിയൽ അവരുടെ മാനുഫാക്ചറേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഡയറക്റ്റ് പർച്ചേസ് ചെയ്ത് വീട്ടമ്മമാർ അല്ലെങ്കിൽ ചെറിയ തയ്യൽ യൂണിറ്റുകൾ ഇതുപോലെയുള്ളവർക്കാണ് നമ്മുടെ ഈ പ്രൊഡക്ട്സ് സെല് ചെയ്യുന്നത്. നമ്മളൊരു ചെറിയ കമ്മീഷൻ എടുത്തതിന് ശേഷം നമ്മുടെ പ്രൊഡക്ട്സ് അവരിലേക്ക് സെയിൽ ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾ ഇതുവരെ കേട്ടത് എൻ്റെ സ്റ്റോറിയാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നതാണ് എൻ്റെ 2 പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. ഒന്നാമത്തെ എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് വീട്ടമ്മമാർ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് നന്നായി പഠിച്ച് അവരുടെ കഴിവുകളും അവർക്കറിയാവുന്ന കാര്യങ്ങളും ഒന്നും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ പറ്റാതെ ഒരു സമൂഹം, ഒരു നല്ലപോലെ പഠിച്ച ഒരു വിഭാഗം പെൺകുട്ടികൾ വീട്ടമ്മമാരായി ഒതുങ്ങിക്കൂടുന്നുണ്ട്. അവർക്ക് വേണ്ടി ഒരു പ്ലാറ്റ്ഫോം ഒരുക്കണം. അതെൻ്റെ ഒരു ആഗ്രഹമാണ്. പക്ഷേ വീട്ടമ്മമാർ ചെയ്യുന്നത് ഏറ്റവും മഹത്തായ കാര്യമാണ്. അത് ഞാൻ വില കുറച്ച് കാണുകയല്ല. പക്ഷേ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും കൂടെ വേണം. രണ്ടാമതായിട്ടുള്ള എൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട്, അവർക്ക് ഒരു പോക്കറ്റ് മണിക്ക് വേണ്ടിയിട്ട്, അവർക്ക് സ്വന്തമായിട്ട് അധ്വാനിക്കുന്ന പണത്തിൻ്റെ മൂല്യം മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ രണ്ടാമത്തെ ആഗ്രഹം. എല്ലാവരും ഒരുമാതിരിപ്പെട്ട കുട്ടികളെല്ലാം പാരൻസിൻ്റെ ചിലവിൽ അടിച്ചുപൊളിച്ച് ജീവിക്കുന്നവരാണ്. പക്ഷെ അവരിൽ കുറേ പേരുണ്ട് കേട്ടോ, നല്ല പോലെ അധ്വാനിച്ച് പഠനത്തിൻ്റെ കൂടെ ജോലിയും ചെയ്യുന്നവർ. അവരെയൊക്കെ ഞാൻ ബഹുമാനിക്കുന്നു. എന്നാലും കൂടുതൽ കുട്ടികൾ മാതാപിതാക്കളുടെ കാശിൽ അടിച്ചു പൊളിക്കുകയാണ് പതിവ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട്, അവർക്ക് സ്വന്തമായിട്ട് അധ്വാനിക്കുന്ന ആ പണത്തിൻ്റെ മൂല്യം എന്താണ് എന്ന് മനസ്സിലാക്കാനും അങ്ങനെ സ്വന്തമായി ഒരു ഇൻകം ഏൺ ചെയ്യാനും വേണ്ടിയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം അവർക്ക് ഒരുക്കുക എന്നുള്ളതാണ് എൻ്റെ രണ്ടാമത്തെ ലക്ഷ്യമെന്ന് പറയുന്നത്. സോ ഫ്രണ്ട്സ്, നമ്മുടെ മുന്നിൽ വിജയിക്കാനായിട്ട് പല വഴികളുണ്ട്. അതിലേത് ചൂസ് ചെയ്യണമെന്നുള്ളതും നമുക്ക് തീരുമാനിക്കാം. നമ്മൾ ചൂസ് ചെയ്യുന്ന പാതയിൽ കറക്റ്റായിട്ട് നല്ല ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത്. നമ്മൾ ചെയ്യുന്നതിൻ്റെ നമ്മുടെ വിജയം വിലയിരുത്തേണ്ടത് ഒരിക്കലും മറ്റുള്ളവരല്ല. നമ്മൾ സ്വന്തം അധ്വാനത്തിൽ നിന്ന് ഏൺ ചെയ്യുന്ന എന്തും നമ്മുടെ വിജയത്തിൻ്റെ ഭാഗമാണ്. അത് ആ വിജയത്തിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് മാത്രമാണ് നമ്മൾ നോക്കേണ്ടത്. മാസ്റ്റേഴ്സ് ഫിലിമിൻ്റെ ഓഡിയോ ലോഞ്ചിൽ വിജയ് പറഞ്ഞ ഒരു ഡയലോഗുണ്ട്, ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അന്ന് മുതൽ ഞാൻ എൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കിയിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണത്. അത് ഈ പറഞ്ഞതുപോലെ ഒരു വിജയം, അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മുടെ വിജയത്തിനെ വില കുറച്ച് കാണുന്നു, അങ്ങനെയുള്ള ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: കിൽ ദം വിത്ത് യുവർ സക്സസ്,
ബറി ദം വിത്ത് എ സ്മൈൽ. ആ ഒരു മോട്ടോ എപ്പോഴും നമ്മുടെ മുന്നിൽ ഉണ്ടായിരിക്കണം. താങ്ക് യു. നിങ്ങൾ ഈ ടോക്കിൻ്റെ അവസാനത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എന്നെപ്പോലെ നിങ്ങളും ഇൻസ്പയർഡ് ആയിരിക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടാനായി. ഏതൊരു ഫീൽഡിലും സക്സസ് ആവാൻ ഇമ്പോർട്ടൻ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. നമ്മുടെ മനസ്സിലുള്ളത് ശരിയായ രീതിയിൽ മറ്റുള്ളവരോട് പറയുമ്പോഴാണല്ലേ നമ്മുടെ ആദ്യ വിജയം സംഭവിക്കുന്നത്. എന്നാൽ പലർക്കും അത് സാധിക്കാതെ പോകുന്നു. എങ്ങനെ ചെയ്യാൻ പറ്റും, ഞാൻ ചെയ്താൽ ശരിയാകുമോ എന്ന ചിന്തകൾ പലപ്പോഴും നമ്മുടെ കോൺഫിഡൻറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന സ്വപ്നം ഒരു സ്വപ്നമായി തന്നെ മാറ്റുന്നു. എന്നാൽ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഈ സ്വപ്നം നേടാൻ സാധിക്കും എന്ന് ഞാൻ പറഞ്ഞാൽ അതെ, ജോഷ് ടോക്സ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആപ്പിലൂടെ നിങ്ങളുടെ സമാന ചിന്താഗതിക്കാരായ 1000-ലധികം സ്റ്റുഡൻസിനെ കണ്ടുമുട്ടാനും അവരോടൊപ്പം ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാനും സാധിക്കുന്നു. അപ്പോൾ ഇപ്പോൾ തന്നെ താഴെ തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സ്റ്റാർട്ട് യുവർ ഫ്രീ ട്രയൽ ടുഡേ. ഈ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തൂ. പുതിയ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ.